നമസ്കാരം. ഇന്ന് നമുക്ക് പാലട പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ പാലട പ്രഥമന് ആവശ്യമുള്ളൂ. കുറച്ച് സമയമെടുക്കുമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം. ഇതിനായി കടയിൽ നിന്ന് മേടിക്കുന്ന പാലടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 150 ഗ്രാം ഉണ്ട്. പഞ്ചസാര 400 ഗ്രാം, പാൽ 2.5 ലിറ്റർ എടുത്തിട്ടുണ്ട്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്ക ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ വെള്ളം അട വേവിക്കുന്നതിനായിട്ട് എടുത്തു. ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അട വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടി വയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നു. ഇതിനി ഒരു അരിപ്പയിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. പായസം ഉണ്ടാക്കാൻ ഇതുപോലെ ചുവട് കട്ടിയുള്ള പാത്രങ്ങളാണ് നല്ലത്. ഉരുളിയിലേക്ക് 1 ലിറ്റർ പാൽ, 1/2 ലിറ്റർ വെള്ളം, കുതിർത്ത് വെച്ചിരുന്ന അട ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി തീ കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ കൂട്ടിൻ്റെ ഒരു 1/4 അളവാകുന്നത് വരെ ഇത് ഇളക്കി വറ്റിച്ചെടുക്കണം. ഈ സമയം ബാക്കിയുള്ള പാലും പഞ്ചസാരയും ഞാൻ വേറൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സമയം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പാല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ വേറെ വെച്ചിരിക്കുന്ന പാത്രത്തിലെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് പഞ്ചസാരയെല്ലാം അതിൽ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പായസത്തിൻ്റെ കൂട്ട് ഏകദേശം 1/4 അളവായിട്ടുണ്ട്. ഈ പാലിനി നമുക്ക് ഈ പായസക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടും കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൂട്ടും ഒരു 1/4 ഭാഗമാകുന്നത് വരെ ഇളക്കി വറ്റിച്ചെടുക്കണം. പായസം വറ്റി വരുമ്പോഴേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നെയ്യ് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. വെറുതെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. സ്റ്റൗ ഓഫ് ആക്കാറാവുമ്പോഴേക്കും കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നെയ്യ് ചൂടാക്കിയതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ ബെല്ലൈക്കണും ആക്ടിവേറ്റ് ആക്കിക്കോളൂ.